ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തുമ്പി വ്ളോഗ്സ്. ഞങ്ങളുടെ കോളേജ് യൂണിയൻ്റെ ടൂറിസം ക്ലബ്ബ് ഈ ഇടയ്ക്ക് ഒരു വിസിറ്റ് ഡേ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ബാച്ച് അന്ന് ആക്ച്വലി മെസ് ഔട്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ബ്രെഡും ജാമും പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ അവിടുത്തെ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കോളേജിലേക്ക് പോയി. കോളേജ് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ അക്കമ്പനി ചെയ്തു വന്നത് ഞങ്ങളുടെ അഗ്രോണമി സാറായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് പത്മശ്രീ ചെറുവയൽ രാമൻ്റെ വീട്ടിലേക്കായിരുന്നേ. അതായത് ഇന്ത്യയുടെ 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മശ്രീ വിന്നറുടെ വീട്ടിലേക്ക്. ഗാർഡിയൻ ഓഫ് റെയർ സീഡ്സ്, സീഡ് മാൻ എന്നൊക്കെയാണ് ആളെ അറിയപ്പെടുന്നത്. വീട് വരുന്നത് മാനന്തവാടി കമ്മന ആണ്. കുറിച്യർ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറാണ്, ഒരു പാർട്ടാണ് ശ്രീ ചെറുവയൽ രാമൻ. 52 ഇൻഡിജീനിയസ് റൈസ് വെറൈറ്റീസ് പ്രിസർവ് ചെയ്യുകയും അത് കൾട്ടിവേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട് ശ്രീ ചെറുവയൽ രാമൻ. ഈ റീസൺ കൊണ്ടാണ് 2023 ആൾക്ക് പത്മശ്രീ കിട്ടിയത്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഇവോൾവ് ചെയ്ത് വരുന്ന ചില സ്പീഷീസ് ഉണ്ട്, ചില വെറൈറ്റീസ് ഉണ്ട്. ആ എവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ അതിനെ കൺസേർവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാൾ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ദ റീസൺ വൈ ഹി വാസ് അവാർഡഡ്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ രാമേട്ടൻ കവല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുക ആളുടെ വീടാണ്. അവിടെ നമ്മളെ വെൽക്കം ചെയ്തത് രാമേട്ടൻ തന്നെയായിരുന്നു. വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100ഓളം വർഷങ്ങൾക്ക് മുമ്പേ പണി കഴിപ്പിച്ച വീടാണത്. ആൻഡ് വയനാടിൻ്റെ ക്ലൈമറ്റിനെ പറ്റിയിട്ട് അറിയാമല്ലോ, ഇറ്റ്സ് വെരി കോൾഡ്. ആ ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് ഈ വീടിനുള്ളിൽ. ചാണകമൊക്കെ മെഴുകിയിട്ടുള്ള തറ, പിന്നെ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് ആ വീടിനുള്ളിലെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. എന്നിട്ട് ഞങ്ങൾ ആളുടെ ഫീൽഡിലേക്ക് പോയി. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങളോട് ചെരുപ്പൊക്കെ അഴിച്ചിട്ട് ബാർ ഫൂട്ടായിട്ട് നടക്കാനായിട്ട് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഫീൽഡ് ഫുള്ള് നടന്ന് കണ്ടു. ഇൻഡിജീനിയസ് വെറൈറ്റിയാണ് ആൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ചെടികൾക്ക് അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ സാർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് രാമേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നമുക്ക് സംസാരിക്കാനുള്ളൊരു സമയമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആളോട് ചോദിക്കാൻ, ദാറ്റ് ഹീൽ എക്സ്പ്ലെയിൻ. ഓൾസോ ആളുടെ എക്സ്പീരിയൻസസ്, എങ്ങനെ കൃഷിയിലേക്ക് എത്തി, അവിടുന്ന് എങ്ങനെ അവാർഡിലേക്ക് എത്തി, അതൊക്കെ ആൾ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പത്മശ്രീ അവാർഡ്, ആ മെഡൽ, പിന്നെ ആ സർട്ടിഫിക്കറ്റ് അതൊക്കെ കാണിച്ചു തന്നു. ആൻഡ് ഓൾ ടുഗെദർ വി ഹാഡ് എ ഗുഡ് ടൈം ദെയർ. യെസ്, നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് തൊണ്ടർനാടുള്ള കുങ്കിച്ചിറ ഹെറിറ്റേജ് മ്യൂസിയം ആയിരുന്നു. 3 സോണുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ള കാഴ്ചകൾ: വയനാട് ഹെറിറ്റേജ്, ട്രൈബൽ ഹെറിറ്റേജ്, റിതം ഓഫ് നേച്ചർ. ഒരു നാടിൻ്റെയും ജനതയുടെയും ജൈവ വൈവിധ്യങ്ങളും ജീവിത രീതികളും നാട്ടുവൈദ്യവും ഉപജീവനവും എല്ലാം ചേർന്നതാണ് അവിടുത്തെ കാഴ്ചകൾ എന്നാണ് അവിടുത്തെ ആളുകൾ ആ മ്യൂസിയത്തിനെ പറ്റി പറയുന്നത്. യെസ്, അത് ശരിയാണ്. വയനാടിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറേ കാഴ്ചകളുള്ള ഒരു മ്യൂസിയം.
യെസ്, അവിടുത്തെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കുമ്പളേലിയിലേക്കാണ്. അവിടെ ഒരു വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയും ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ചേകാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റിലേക്കാണ്. ആക്ച്വലി അവിടെ പുറത്തേക്ക് ഇറങ്ങിയില്ല. കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിലിങ്ങനെ പോവുക തന്നെയായിരുന്നു ചെയ്തത്. അവിടെ കുറേ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബസ്സിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിരുന്നു. വിത്ത് ദാറ്റ് അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു ദിവസമായിരുന്നു. കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ദാറ്റ്സ് ഓൾ. ബൈ. നവമി പ്രസൻസ് യശ്വ ഇങ്ങനെ പ്രസന്റ് അറിയണം. പൂർണ്ണ